നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ബാങ്കിൽ ഒരു ലോണിന് ചെന്നാൽ ഉടനെ കിട്ടുന്ന മറുപടി എന്താണെന്നറിയാമോ? ഒരു ഇൻഷുറൻസ് പോളിസി കൂടി എടുത്താലേ ലോൺ പാസ്സാവും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ കേട്ടുമടുത്ത ഒരു കാര്യമാണിത്. ശരിക്കും ലോൺ കിട്ടാൻ ഇൻഷുറൻസ് നിർബന്ധമാണോ? ഇതിനെയാണ് സാമ്പത്തിക ലോകത്ത് മിസ്സെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. അതായത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം നിർബന്ധിച്ച് തലയിൽ കെട്ടിവെക്കുക. ഇതിനെതിരെ ഇപ്പോൾ RBI വലിയൊരു പണി കൊടുത്തിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ പുതിയ നിയമങ്ങൾ നമ്മുടെ ബാങ്കിംഗ് രീതികളെ തന്നെ മാറ്റാൻ പോവുകയാണ്. ഇതേക്കുറിച്ചാണ് ഇത് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. തൃശ്ശൂരിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് രവി എന്ന് വിളിക്കാം. രവി ബാങ്കിൽ പോയത് തൻ്റെ മകൻ്റെ പഠനാവശ്യത്തിന് ഒരു ചെറിയ FD തുടങ്ങാനാണ്. എന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ രവിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് FDയേക്കാൾ ലാഭം തരുന്ന ഒരു പദ്ധതി ഉണ്ടെന്നാണ്. ഒടുവിൽ രവി വീട്ടിലെത്തിയത് 10 വർഷത്തെ ഒരു ULIP പോളിസിയുമായിട്ടാണ്. ഇതിനെയാണ് ഡാർക്ക് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കറിയാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന രീതി. എന്താണ് RBIയുടെ ഈ പുതിയ മാറ്റം? 2026 ഫെബ്രുവരി 11 RBI പുറത്തിറക്കിയ പുതിയ മാർഗരേഖ പ്രകാരം ഉപയോക്താക്കളെ ഇൻഷുറൻസോ മറ്റ് പദ്ധതികളോ എടുക്കാൻ നിർബന്ധിക്കുന്നത് കുറ്റകരമാണ്. പ്രധാനമായും ലോൺ നൽകുമ്പോൾ ഇൻഷുറൻസ് കൂടി എടുത്താലേ നടക്കൂ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ബാങ്കുകൾ ഇനി മുതൽ ഉപഭോക്താവിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രമേ നൽകാവൂ. ഒരു 60 വയസ്സുകാരന് 10 വർഷത്തെ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നത് ശരിയല്ല എന്ന് RBI വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ബാങ്കിലെ ജീവനക്കാർക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നേരിട്ടോ അതല്ലാതെയോ കമ്മീഷൻ വാങ്ങുന്നതിനും വലിയ നിയന്ത്രണങ്ങൾ വരികയാണ്. ലക്ഷ്യങ്ങൾ തികയ്ക്കാൻ വേണ്ടി ഉപയോക്താക്കളെ സമ്മർദ്ദത്തിലാക്കുന്ന രീതി ഇനി നടക്കില്ല. ബാങ്കുകൾ ഇനി മുതൽ ഉപഭോക്താവിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രമേ നൽകാവൂ. ഒരു 60 വയസ്സുകാരന് 10 വർഷത്തെ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നത് ശരിയല്ല എന്ന് RBI വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ബാങ്കിലെ ജീവനക്കാർക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ കമ്മീഷൻ വാങ്ങുന്നതിനും വലിയ നിയന്ത്രണങ്ങൾ വരികയാണ്. ലക്ഷ്യങ്ങൾ തികയ്ക്കാൻ വേണ്ടി ഉപഭോക്താക്കളെ സമ്മർദ്ദത്തിലാക്കുന്ന രീതി ഇനി നടക്കില്ല. ബാങ്കുകൾ ഇനി മുതൽ ഉപഭോക്താവിന് ഒരു പ്ലാൻ നൽകി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കണം. പ്ലാനിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉപഭോക്താവ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ബാങ്ക് ഉറപ്പുവരുത്തണം. പലപ്പോഴും ബാങ്കുകൾ പറയുന്നത് ഇൻഷുറൻസ് ഒരു സാമ്പത്തിക പദ്ധതിയാണെന്നാണ്. മണി ബാക്ക് പോളിസികളും മറ്റും വലിയ ലാഭം തരുമെന്ന് അവർ അവകാശപ്പെടും. എന്നാൽ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു സാധാരണ FDയും ഒരു ചെറിയ ടേം ഇൻഷുറൻസും എടുത്തു വയ്ക്കുന്നതാണ് മിക്കവാറും ഇത്തരം പോളിസികളേക്കാൾ ലാഭം. ടേം ഇൻഷുറൻസിന് പ്രീമിയം കുറവാണ്, വലിയ റിസ്ക് കവറേജും കിട്ടും. അനാവശ്യമായി വലിയ പ്രീമിയം കൊടുത്ത് ഇത്തരം മിക്സ്ഡ് പോളിസികൾ എടുക്കുന്നതിന് പണം വെറുതെ കളയുന്നതിന് തുല്യമാണ്. ഇനി നിങ്ങൾ അറിയാതെ ഒരു പോളിസി എടുത്തുപോയി എന്ന് കരുതുക, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് ഫ്രീ ലുക്ക് പീരീഡ് എന്ന കാര്യം ഓർക്കേണ്ടത്. സാധാരണയായി ഒരു പോളിസി എടുത്ത് 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാൻ അവകാശമുണ്ട്. പോളിസി രേഖകൾ കിട്ടിയാൽ ഉടനെ തന്നെ അത് വായിച്ചു നോക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല അതിലുള്ളതെങ്കിൽ ഉടനെ ബാങ്കിനെയോ ഇൻഷുറൻസ് കമ്പനിയോ അറിയിച്ച് അത് ക്യാൻസൽ ചെയ്യാം. അടച്ച തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും. പുതിയ നിയമപ്രകാരം ബാങ്കുകൾ മിസ്സെല്ലിംഗ് നടത്തിയെന്ന് തെളിഞ്ഞാൽ അവർ തുക മുഴുവൻ തിരികെ നൽകുകയും ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകുകയും വേണം. ലോൺ എടുക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ബാങ്കുകൾ ചോദിക്കാറുണ്ട്. ഇത് വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കിനും നിങ്ങൾക്കും സുരക്ഷ നൽകാനാണ്. എന്നാൽ അത് ബാങ്ക് പറയുന്ന കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് പുറത്തുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് റേറ്റ് നോക്കി ലാഭകരമായത് തിരഞ്ഞെടുക്കാം. ബാങ്കുകളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദ്യോഗസ്ഥർ നൽകുന്ന ഫോമുകൾ കണ്ണടച്ച് ഒപ്പിടരുത്. ഓരോ കോളത്തിലും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇത് ഇൻഷുറൻസ് ആണോ അതോ FD ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ അത് ബാങ്ക് മാനേജരോട് പരാതിപ്പെടാം. പരിഹാരമായില്ലെങ്കിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ സമീപിക്കാനും നമുക്ക് അവകാശമുണ്ട്. സാമ്പത്തിക സുരക്ഷ എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ അത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാവരുത്. നിങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ മാത്രം തിരഞ്ഞെടുക്കുക. ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാവണം, അല്ലാതെ നമ്മുടെ സമ്പാദ്യം ചോർത്തിക്കളയാനാവരുത്. 2026 ഈ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരായ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഏതെങ്കിലും സാമ്പത്തിക പദ്ധതികളിൽ പണം ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക. ഓഹരി വിപണിയിലെയും ഇൻഷുറൻസിലെയും നിക്ഷേപങ്ങൾ വിപണിയിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ്.